അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണ ഞാൻ തർക്ക വിഷയങ്ങളിലൊന്നും ഇടപെടാറില്ല. എൻ്റെ കോണ്ടന്റ് ഇതുമല്ല. പക്ഷെ അത്യാവശ്യമായതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തു പോവുകയാണ്. ഒരു സ്ത്രീ 4 വർഷം ഗർഭം ധരിക്കുമോ? ഹക്കീം ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് അമ്മാനമാടുന്ന ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഉസ്താദ് പറഞ്ഞതിൽ ശരിയുണ്ട്. കാരണം ഇതാണ്: ഒരു സ്ത്രീ ഗർഭിണിയാവുകയാണ്, എന്നിട്ട് ആ സ്ത്രീയുടെ മേൽ വ്യഭിചാരോപണം നടത്തുകയാണ്. 2 വർഷമായിട്ട് ആ സ്ത്രീയുടെ ഭർത്താവ് വിദേശത്താണ്. അങ്ങനെയാണ് ആ കാളിയുടെ അടുക്കലേക്ക് ഈ സ്ത്രീ വ്യഭിചാരം നടത്തി എന്നുള്ള ഒരു ആരോപണം എത്തുന്നത്. ഈ വിഷയം കാളിയുടെ ചെവിയിലെത്തുകയാണ്. അവൾ വ്യഭിചാരം ചെയ്തു എന്ന പരാതിയാൽ ആ സ്ത്രീയെ ഹാജരാക്കപ്പെട്ടു. ഈ സ്ത്രീ മറ്റൊരു പുരുഷനായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടു എന്നുള്ളൊരു കാര്യം സ്ഥിരപ്പെടാത്ത കാരണം കൊണ്ട് കാളിക്ക് 4 മദ്ഹബ് അനുസരിച്ച് മറ്റൊരു പുരുഷനുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടു എന്നുള്ള കൃത്യമായ കാരണമില്ലാത്തതിനാൽ കാളിക്ക് 4 മദ്ഹബ് അനുസരിച്ച് ഈ സ്ത്രീ വ്യഭിചരിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടു എന്നോ വിധി എഴുതാൻ പാടില്ല. കാരണം 4 മദ്ഹബുകളുടെ ഇമാമിങ്ങളും കൃത്യമായ രൂപത്തിൽ എഴുതി വെച്ചത് ഒരു സ്ത്രീ വ്യഭിചരിക്കപ്പെട്ടു എന്നുള്ള ആരോപണം കൊണ്ട് ഹാജരായി കഴിഞ്ഞാൽ ആ സ്ത്രീ 4 വർഷമായിട്ട് അവളുടെ ഭർത്താവുമായിട്ട് ഒരു സമ്പർക്കത്തിലും ഏർപ്പെട്ടിട്ടില്ല എന്ന് വരണം. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഒരു വിധി? സാധാരണഗതിയിൽ 4 വർഷം ഗർഭം ചുമക്കുക എന്നുള്ളത് വളരെ അസാധുവായ ഒരു കാര്യമാണ്. ഉത്തരം മറ്റൊന്നുമല്ല, നമ്മുടെ ഇമാമിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ വളരെ കൃത്യമായ രൂപത്തിൽ സൂക്ഷ്മത പാലിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു സ്ത്രീ പോലും തെറ്റായ വ്യഭിചാരോപണ കാരണത്താൽ വധശിക്ഷക്ക് വിധേയരാകരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. കാരണം അത്രയും സൂക്ഷ്മത ഹുദൂദ് നടപ്പാക്കുന്ന വിഷയത്തിൽ പാലിക്കപ്പെടണമെന്നുണ്ട്. ഇനി ഇമാമിങ്ങൾ എന്തുകൊണ്ടാണ് ഈ 4 വർഷത്തെ കണക്കെടുത്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായേക്കാം. വ്യഭിചാരിണിയുടെ ഹുദൂദുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിൽ ഇമാമിങ്ങൾ ഏതെങ്കിലും ഒരു നാട്ടിൽ, ഇന്ന നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീ 4 വർഷം ഗർഭം ചുമന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടുകൊണ്ടായിരിക്കണം ഈ ഒരു നിയമം അവർ കൊണ്ടുവന്നത്. ഇനി എങ്ങാനും ഏതെങ്കിലും ഒരു സ്ത്രീ 4 വർഷം അല്ലെങ്കിൽ 3 വർഷമോ 2 വർഷമോ എടുത്ത് പ്രസവിച്ചു കൂടായികയില്ല. ഫിഖഹിന്റെ വിഷയത്തിൽ ഇങ്ങനെ തുടങ്ങി ഇമ്പോസിബിൾ സിനാരിയോ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി എങ്ങാനും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ധാരാളം മസ്അലകൾ കാണാൻ കഴിയും. അതിനൊരു ഉദാഹരണമാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫ എന്ന കിതാബില് നായയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു സ്ത്രീക്ക് ഒരു നായക്കുഞ്ഞ് പ്രസവിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വിഷയം. ഈ കുട്ടിയെ നായയായി പരിഗണിച്ചുകൊണ്ട് തക്ലീഫ് ഇല്ല എന്നാണ് കൽപ്പിക്കേണ്ടത്, ഇനി മനുഷ്യനായി പരിഗണിച്ചുകൊണ്ട് തക്ലീഫ് ഉണ്ട് എന്നുള്ളതാണോ പരിഗണിക്കേണ്ടത് എന്നുള്ള ചർച്ച തുഹ്ഫയിൽ കാണാൻ കഴിയും. എന്നാൽ ഒരു മനുഷ്യ സ്ത്രീ നായക്കുട്ടിയെ പ്രസവിക്കുക എന്നുള്ളത് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റിയാണ്. കാരണം മനുഷ്യന്റെ ക്രോമസോംസും നായയുടെ ക്രോമസോംസും വളരെ അജഗജാന്തരം വ്യത്യാസമുണ്ട്. സപ്പോസ് അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ വിധി വേണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഫുഖഹാക്കൾ ഫിഖഹിന്റെ വിഷയത്തിൽ ധാരാളം ഇത്തരം കാര്യങ്ങൾ ചർച്ചകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അത്തരം ഒരു ഹൈപ്പോത്തറ്റിക്കൽ കാര്യം ഫിസിക്കലായിട്ട് പോസിബിൾ ആകുമെന്നുള്ള ഒറ്റ സാധ്യത വെച്ചുകൊണ്ടായിരിക്കാം ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവുക. വിട്ടുകളയൂ, മനുഷ്യനല്ലേ. നിരുപദ്രവകരമായ ഒരു വിഷയം ഒരു പക്ഷെ ഉസ്താദിന്റെ അടുത്തിൽ നിന്നും വന്നിട്ടുണ്ടായേക്കാം. നാളെ ഒരു പക്ഷെ നമ്മുടെ അടുത്തും തെറ്റുകൾ ഉണ്ടായേക്കാം.